അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എന്തുകൊണ്ട് ഈ ബിസിനസ് ചെയ്യണം എന്നതിലേക്കാണ് ഞാൻ വരുന്നത് മൈഡിയസ്. നമുക്കറിയാം നമ്മളെല്ലാവരും ഫാമിലിയിലാണ്. നമുക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, അമ്മമ്മയുണ്ട്, അവർ വലിയ മക്കളുണ്ടാവും, മക്കളൊക്കെ ഉണ്ടാവും. ഈ ഫാമിലി എല്ലാവരും ഉണ്ടായിരിക്കുക നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് പോകും, ആണോ ഇല്ലയോ? പക്ഷെ ഇതില് ഹൗ ഇമ്പോർട്ടന്റ് യു ആർ. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ എത്രമാത്രം നിങ്ങളൊരു ഏർണിങ്സ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ലൈഡ് വെച്ചിരിക്കുന്നത്. ഓൾ ഓൺ ഹാപ്പി, നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നുണ്ട്, നമ്മുടെ മക്കൾ ജീവിക്കുന്നത്, അവർ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുന്നത്, അവരുടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ വരുമാനത്തിലൂടെ പോകുന്നുണ്ട്. വിത്തൗട്ട് യു, നിങ്ങളില്ലെങ്കിൽ, ഇത് ഇപ്പോഴേ നമ്മൾ ചിന്തിച്ചു തുടങ്ങണം. നമ്മളില്ലെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? അവിടെ എല്ലാവരും സ്റ്റക്ക് ആവും, ഉറപ്പല്ലേ? നമ്മുടെ മക്കള്, നമ്മുടെ ഭാര്യ, കുട്ടികള്, അച്ഛനമ്മമാര് അവരുണ്ടാവും. റിയാലിറ്റി ഓഫ് ലൈഫ് എന്താണ് നോക്കൂ. വി ഓൾ വർക്ക് ഹാർഡ് ഇനഫ് ടു ബട്ട് നോട്ട് ടു അക്കംപ്ലിഷ് എനി ഡ്രീംസ്. നോക്കൂ, നമ്മളെല്ലാവരും പണിയെടുക്കുന്നുണ്ട്, ഇവിടെയുള്ള എല്ലാവരും പണിയെടുക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാത്ത രീതിയിൽ കൺജസ്റ്റഡ് ആണ്, ആണോ ഇല്ലോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. എത്ര പേർക്ക് കിട്ടുന്ന കൂലിയിൽ സാറ്റിസ്ഫൈഡ് ആണ്? കിട്ടിയ കൂലി കൊണ്ട് നമ്മുടെ മക്കളുടെ ആഗ്രഹം, ഭാര്യയുടെ, ഭർത്താവിന്റെ ആഗ്രഹം, അച്ഛനമ്മമാരുടെ ആഗ്രഹം മുഴുവനും പൂവണിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട് മൈഡിയേഴ്സ്? അങ്ങനെയാണെങ്കിൽ അവർ മൈനേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ നോക്കൂ, എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു? അവർ എക്സ്പെൻസസ് ഇൻക്രീസിംഗ് ഡെയിലി, നമ്മുടെ എക്സ്പെൻസിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് പെട്രോളും ഡീസലും നമ്മളോട് ചോദിക്കാതെ ബാണം വിട്ട നമ്മുടെ നാട്ടിൽ ചൊല്ലിട്ട് അല്ലെ, എലിവാണം പോയ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രേയേഴ്സ് ആർ ഇൻക്രീസിംഗ്, എല്ലാത്തിന്റെയും വാടകകൾ കൂടുകയാണ്. ഇൻക്രീസിംഗ് പ്രൈസ് ഓഫ് കമ്മോഡിറ്റി, സാധനത്തിന്റെ വില കൂടുകയാണ്. കഴിഞ്ഞ ഒരു 2-3 വർഷം മുന്നേ കിട്ടിയ സാധനത്തിന്റെ വിലയല്ല ഇപ്രാവശ്യം. എന്തിന് ഒരു വർഷത്തിൽ തന്നെ 2-3 തവണ സാധനം? എന്തിന് മൈഡിയേഴ്സ്? ഒന്ന് കേരളത്തിൽ ഒന്ന് നന്നായിട്ട് കാറ്റും മഴയും വന്നാൽ മതി, നമ്മുടെ സാധനങ്ങളുടെയൊക്കെ വില മാറും, ആണോ ഇല്ലയോ? എല്ലാം കൂടി നമ്മൾ കൊടുക്കേണ്ട അവസ്ഥ. നിങ്ങളുടെ ചെലവും വരുമാനവും വരവും ചെലവും തമ്മിൽ വലിയ അന്തരമുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഒരു എക്സ്ട്രാ എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു എക്സ്ട്രാ ഇൻകം നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കാൻ കാരണം അതുകൊണ്ടാണ്. പിന്നെ പ്രൈസ് ഓഫ് ഇൻഫ്ലേഷൻ, നമുക്കറിയാം സാമ്പത്തികമായിട്ട് വലിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് നമ്മുടെ നാട്ടിൽ. ഇവിടെ നോക്കൂ, ബേസിക്സ് വി നീഡ് ടു പ്രാക്ടീസ്. നിങ്ങൾ ഈ ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു സാധ്യത, ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ബിസിനസ് എന്ന് പറയുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കൂ. എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്നുള്ളതാണ് മൈഡിയേഴ്സ്. എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നതിലേക്കുള്ള എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒന്ന്, നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും കൊടുത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് കമ്പനി തരുന്ന മാർക്കറ്റിംഗ് പ്രൈസിൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്രൈസിൽ സാധനം വാങ്ങിക്കാൻ ഉപയോഗിച്ച് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ തയ്യാറാവുക. നിങ്ങൾ തയ്യാറായി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഡീറ്റെയിൽസ് കൊടുക്കും. നിങ്ങളുടെ കമ്പനിയിൽ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യപ്പെടും. നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ മെയിലൊക്കെ നിങ്ങൾക്ക് 10 ID നമ്പർ കിട്ടും. ഈ ID നമ്പർ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആയിട്ട് നിങ്ങൾ കാണണം മൈഡീസ്. കാരണം ആ ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനിയുടെ ഓഹരി ഉടമകളായിട്ട് മാറിയതിന്റെ തെളിവാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ID നമ്പർ. ആ ID നമ്പർ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വേറെ ലെവലിൽ നിങ്ങൾ ആകുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, സോപ്പും പേസ്റ്റും വാങ്ങിക്കൊണ്ട് ഒരു വലിയ വ്യവസായി ആകാൻ പറ്റുന്ന അവസരമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? റീപർച്ചേസ് ചെയ്യുക. പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിച്ചു, അടിപൊളി. എന്നാൽ പിന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും കൊടുത്തൂടെ? കുറച്ചുകൂടി റീപർച്ചേസ് ചെയ്യാം. ഇവിടെ ലിമിറ്റേഷൻ ഇല്ല, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വാങ്ങാം. അതായത് ലക്ഷങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റില്ല, അങ്ങനെയല്ല. അതായത് നിങ്ങൾക്ക് ഇറ്റ്സ് യുവർ ചോയ്സ്. പ്രൊഡക്റ്റ് ഏതെന്ന് ചൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഓക്കെ, ഇത് ആരും നിർബന്ധിക്കില്ല നിങ്ങൾ അത്ര വാങ്ങിക്കണം ഇത്ര വാങ്ങിക്കണം, അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഇല്ല. അതാണ് യഥാർത്ഥ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ പറ്റി. കാരണം പല കമ്പനികളും നിങ്ങളോട് പറയും ജോയിൻ ചെയ്യണമെങ്കിൽ ഇത്ര പൈസയുടെ പ്രോഡക്റ്റ് എടുക്കണം. അതിനാണ് പാക്കേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ പാക്കേജ് പാടില്ല, കാരണം അത് ഗവൺമെന്റ് റൂൾ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം വാങ്ങിക്കൊണ്ട് പോലും നിങ്ങൾക്ക് ആവാൻ പറ്റും. ദെൻ റീറ്റെയിലിംഗ്, പ്രോഡക്റ്റ് ഉപയോഗിച്ചു റിസൾട്ട് കിട്ടിയ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ 2 രീതിയിൽ കൊടുക്കാം. ഒന്ന്, അവർക്ക് MRP കൊടുത്തിട്ട് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ അതേ ഓപ്പർച്യൂണിറ്റി വില കുറവിൽ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ കുറെ ആളുകൾ ആലോചിക്കും, MRP കൊടുക്കേണ്ട സാധനം BPക്ക് കൊടുത്താൽ എനിക്കെന്ത് ലാഭം കിട്ടുക? അത് വഴിയെ ഞാൻ പറയാം. ഓക്കെ, പിന്നെ എന്താണ് റിക്രൂട്ടിങ്. നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയ അതേ സാധ്യത നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കൊടുക്കുമ്പോൾ അവരെയും കൂടി നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കുക. അതാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. കുറെ ആളുകൾക്ക് അവരും ആഗ്രഹിക്കുന്നുണ്ടാവും നല്ല ലക്ഷറി സാധനങ്ങൾ ഉപയോഗിക്കണം, നമ്മുടെ ഹെൽത്ത് നന്നാക്കണം, നമുക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് ഫ്രീഡം അല്ലെ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കണം, ഡ്രീംസ് സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കണം. ഇതൊക്കെ അവരുടെ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അവരെ റിക്രൂട്ട് ചെയ്യാം. പിന്നീട് എന്ത് ചെയ്യണം? ഈ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ റീറ്റെയിൻ ചെയ്യുക. അതായത് അവരെ നിലനിർത്തുക. എങ്ങനെയാണ് നിലനിർത്തേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ
ഞാൻ പറഞ്ഞുതരാൻ പോവാണ് മൈഡിയസ്. എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക? നമുക്കറിയാം, ഓൺലൈൻ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു, പർച്ചേസ് പ്രോഡക്റ്റ് ചെയ്യുന്നു, യൂസ് പ്രോഡക്ട്സ്, റെക്കമെൻഡ് പ്രോഡക്ട്സ്, ഇയേഴ്സ് ആൻഡ് ഇയേഴ്സിലേക്ക് പോകുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞാൽ അങ്ങനെ വന്ന് നിങ്ങൾ കുറേശ്ശെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്നു. പ്പെട്ടവർ കുറച്ച് പേര് പറഞ്ഞ അടിപൊളിയായിട്ട് എനിക്ക് കുറച്ചുകൂടി പ്രോഡക്റ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് നിങ്ങൾ ഈ സിസ്റ്റത്തിനോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട ലീഡേഴ്സ് പറയുന്നത് പോലെ കൃത്യമായിട്ട് അവർ പറയുന്ന അതേ, എനിക്കൊരൊറ്റ റിക്വസ്റ്റ് ഉള്ളൂ മൈഡിയസ്. എത്ര വലിയ ആളായിക്കോട്ടെ, എത്ര ബുദ്ധിമാനായിക്കോട്ടെ, ബുദ്ധിമതി ആയിക്കോട്ടെ, ദയവ് ചെയ്തിട്ട് ഈ ഇൻഡസ്ട്രിയിൽ വിജയിക്കാൻ വന്നവരാണെങ്കിൽ ഒരു 3 കൊല്ലത്തേക്ക്, മിനിമം ഒരു 3 കൊല്ലത്തേക്ക് ദയവ് ചെയ്തിട്ട് ദൈവം നിങ്ങൾക്ക് തന്ന ബുദ്ധി ഉപയോഗിക്കല്ലേ. നിങ്ങളുടെ വിജയിച്ച ലീഡർമാർ എന്താണോ പറയുന്നത് അതുപോലെ അനുസരിക്കാൻ. ഈച്ച കോപ്പി എന്ന് പറയുന്നത് നമ്മൾ മൈഡിയസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. വിജയിച്ച ലീഡർമാർ പോയവർ അവർ സംസാരിച്ചിരിക്കുന്ന രീതി, അവരുടെ ഡ്രസ് കോഡുകൾ, അവരുടെ എല്ലാം മാനറിസംസ് അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ട. എങ്കിൽ കൂടി അവർ പറയുന്ന കാര്യങ്ങൾ പഠിച്ച് അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അങ്ങനെ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അറിയാതെ വലിയൊരു ഇൻകം ഇവിടെ വരും. നിങ്ങൾക്ക് ഓരോ റാങ്കുകൾ അച്ചീവ് ചെയ്ത് വരും. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിലൂടെ വരും. അപ്പൊ 6 ടൈപ്സ് ഓഫ് ഇൻകം നമുക്ക് ഇതിലൂടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നു കസ്റ്റമറായി മാറുന്നത് മാത്രം, കുറെ പേർക്ക് ഇതേ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന 6 തരത്തിലുള്ള വരുമാനമാണ്. നമുക്കറിയാം, എവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്താലും കൂലിക്കപ്പുറത്ത് നമുക്ക് എന്തെങ്കിലും ഇൻസെന്റീവ് കിട്ടണമെങ്കിൽ ഓണം, വിഷു, ബക്രീദ് അങ്ങനെ എന്തെങ്കിലും ഗവൺമെന്റ് ആയിട്ട് തരണം. അല്ലാതെ വേറെ ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ ഈ ഒരു സീരിയസ്നെസ്സോടുകൂടി ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കുന്നു, പ്രിയപ്പെട്ട കുറെ ആളുകൾക്ക് കൊടുക്കുന്നു എന്ന കാരണം കൊണ്ടും അവരും ഇതേ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് 6 തരത്തിൽ കിട്ടാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് റീറ്റെയിലിംഗ് ഇൻകം. അതായത് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിലാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ പേസ്റ്റ്, ഓണൻറ്റോൺ ഹെർബൽ പേസ്റ്റ് എടുത്തോളൂ, 150 ഗ്രാമാണ് 194 രൂപ. നമ്മളെ സംബന്ധിച്ചും 145 51 രൂപയാണ് ഒരു പ്രോഡക്റ്റ്, ഒരു പേസ്റ്റ് വാങ്ങിക്കുന്നതിലൂടെ ലാഭം. ഈ 51 രൂപ ഒരു 10 പേർക്ക് കൊടുത്താൽ 510 രൂപയായിരുന്നു നമ്മുടെ കയ്യിൽ MRP പ്രോഫിറ്റ് കിട്ടുകയാണ്. നിങ്ങൾക്ക് എത്രയോ ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഒരു ഹൗസ് വാമിങ്ങോ ഒരു കല്യാണമോ വരുമ്പോ 500 1000 ആളുകൾ അവിടെ എത്തുന്നുണ്ട്. അവരുടെ ഒരു 10% ആളുകൾ ഉപയോഗപ്പെടുത്തിയാൽ പോലും നല്ലൊരു റീറ്റെയിലിംഗ് പ്രോഫിറ്റ് ഡെയിലി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. മറ്റൊന്ന് സെയിൽസ് വേണോ ബോണസ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വാങ്ങി നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തു, അവരോടൊപ്പം കുറെ ആളുകൾ നിങ്ങളോടൊപ്പം കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു സെയിൽസ് ടേണോ ബോണസ് നമുക്ക് വീക്കിലി ലഭിക്കും. അതൊക്കെ നിങ്ങളുടെ അപ്ലയൻസിന്റെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ സെയിൽസ് ടേണോ ബോണസിന് ഏറ്റവും ഒരു പ്രത്യേകത, നിങ്ങൾക്ക് ഓർഗനൈസേഷൻ വന്നെന്നും പറഞ്ഞിട്ടുള്ള ഒരു ടീം ഉണ്ടാവും. അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരാവും, അച്ഛനമ്മമാരായ 18 വയസ്സ് കഴിഞ്ഞ ആർക്ക് വേണമെങ്കിൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. അങ്ങനെ വന്ന് കുറച്ച് പേര് നിങ്ങളോടൊപ്പം പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു, കുറച്ച് പേര് ഹോം ഷോപ്പിൽ വെക്കുന്ന, അങ്ങനെ ഒരു കൺസെപ്റ്റിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് സെയിൽസ് ടേൺ ഓവർ ബോണസ് ലഭിക്കുകയാണ്. അതിന്റെ 12% 1:1 എന്നതിന് 12% നിങ്ങൾക്ക് സെയിൽസ് ടേൺ ഓവർ ബോണസ് ആയിട്ട് വീക്കിലി ഇൻകം ലഭിക്കുന്നത്. ആ ഒരു സെയിൽസ് SB ബോണസിന്റെ സെയിൽസ് ടേൺ ഓവർ ബോണസിന്റെ നമുക്കറിയാം ബിസിനസ് വോളത്തിന്റെ 12% അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ മാക്സിമം നമുക്ക് 2,10,000 വരെ ഈ വീക്കിലി ഇൻകത്തിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അതിന്റെ കൂടെ നിങ്ങൾ ഓരോ റാങ്ക് ആവും, റാങ്ക് എത്തി അങ്ങനെ വരുമ്പോൾ റാങ്ക് ഇൻകം കിട്ടും. പെർഫോമൻസ് ബോണസ് റാങ്ക് അച്ചീവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേറൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ കമ്പനി കൊടുക്കുകയാണ്. നമുക്ക് പെർഫോമൻസ് ബോണസ് അത് ഒരു മാസം നടക്കുന്ന ബിസിനസ് വോളിയത്തിന്റെ ഓരോ റാങ്കിനനുസരിച്ച് ഇത്ര ഫ്രഷ് ബിസിനസ് വോളിയം വരണമെന്ന് അതിനനുസരിച്ച് പെർഫോമൻസ് ബോണസ് വരാൻ, ലോയൽറ്റി ഇൻകം വരാണ്, റോയൽറ്റി ഇൻകം വരാണ്. അങ്ങനെ ഒത്തിരി സംഭവങ്ങളിലൂടെ നിങ്ങൾ ആദ്യം നമുക്കിവിടെ ഒരു ടീം വർക്കാണ്, നെറ്റ്വർക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യുന്നത് ഒരു ലിസ്റ്റ് മേക്ക് ചെയ്യേണ്ടത്.